സാറേ, ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് സ്റ്റാലിനാണോ എന്നൊരു സംശയമുണ്ട്. കാരണം മോദിക്കെതിരെ അദ്ദേഹം നിരന്തരം പോരാടുകയാണ്. ഏറ്റവും അവസാനം ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് 20 പാർട്ടികളുടെ യോഗമാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ പാർട്ടികളെയും അദ്ദേഹം ഐക്യപ്പെടുത്തി മോദിക്കെതിരെ തിരിക്കുകയാണോ? 20 പാർട്ടികൾ എന്ന് പറഞ്ഞപ്പോഴാണ് ചിരി വരുന്നത്. 20 പാർട്ടികൾ പറയാൻ എളുപ്പമുണ്ട്. പി ജെ ജോസഫിൻ്റെ പാർട്ടിയുണ്ട്, 1-1.5 MLA-മാരും MP-മാരും ഒക്കെയുള്ള പാർട്ടികൾ. അങ്ങനെ അകാലിദളുണ്ട്. എന്ത് ശക്തിയാണുള്ളത്? ആം ആദ്മി പാർട്ടിയുടെ ആളും വരുന്നുണ്ട്. അകാലിദളിനെ അവിടെ ഇല്ലാതാക്കിയ ആം ആദ്മി പാർട്ടിയും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് കൂടാതെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും ഉണ്ട്, പ്രതിനിധി വെച്ചിട്ടുണ്ടോ. ചന്ദ്രബാബു നായിഡു വരുന്നില്ല. അങ്ങനെ TRSൻ്റെ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ചേർന്ന് 10-20 പേരെ ഒപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് പോകുന്നതിന് എന്താ കുഴപ്പം? ചെന്നൈ വരാം, നല്ല സർക്കാരും കാണും, ബിരിയാണി ആയിരിക്കും, കോഴി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെ 1-2 വാക്യവും പറഞ്ഞ് പബ്ലിസിറ്റി നല്ലപോലെ കിട്ടും. അതിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ട്. ഏറെ നാളായിട്ട് MK സ്റ്റാലിൻ ഗവേഷണം നടത്തുകയായിരുന്നു. എങ്ങനെ ഈ BJP-യുടെ തെക്കോട്ടുള്ള ഈ ഒഴുക്ക്, തെക്കോട്ടിറക്കം ഒഴിവാക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, ശക്തിയൊന്ന് കുറയ്ക്കാനും. പഠിച്ച പണി 18 നോക്കിയിട്ടും മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചിട്ടും സനാതന ധർമ്മത്തിനെ പഴി പറഞ്ഞിട്ടും ഒന്നും സാധിക്കുന്നില്ല. കുറഞ്ഞു വരികയാണ് ശക്തി. എന്ന് മാത്രമല്ല, അവിടെ അദ്ദേഹം ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്. ഒരു വശത്ത് അണ്ണാമലൈ എന്ന് പറയുന്ന അണ്ണാമലൈ, ഒരു ചെകുത്താനിരിക്കുന്ന വലിയൊരു കുന്ന്, മറുവശത്ത് കടൽ പോലെ ഇരമ്പുന്ന വിജയിൻ്റെ പാർട്ടിയുടെ ശക്തി കേന്ദ്രീകരണം. പിന്നോക്കക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിൽക്കക്കള്ളിയില്ല, ഇദ്ദേഹത്തിന് തോൽക്കുമെന്നുള്ള ഉറപ്പായി. അപ്പോൾ ഒരു വീരപരിവേഷം, വീരപാണ്ഡ്യ ഘട്ടബൊമ്മൻ എന്നുള്ളൊരു മട്ടിലാണ് പുള്ളിയുടെ ഈ പരിവേഷമൊക്കെ. താനാണ് താൻ, തമിഴ്നാടിൻ്റെ മൊത്തമാണ്. വീരപാണ്ഡ്യ ഘട്ടബൊമ്മനൊക്കെ ഭരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. സർവാധികാരിക്കാര്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത് കട്ടിച്ച് ഭൂരിപക്ഷം നേടിയിട്ട് വന്ന ഒരു പാർട്ടിയാണത്. അന്നേരം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ജയിച്ചു പോയി. ADMKക്ക് ശക്തിയില്ലാത്തതുകൊണ്ട്. ജയലളിതയുടെ കാര്യത്ത്, അതുപോലെ MG രാമചന്ദ്രൻ്റെ കാലത്ത് ഒക്കെ മാളത്തിലൊതുങ്ങിയിരുന്നൊരു പാർട്ടിയാണ്. അഴിമതി കൊണ്ട് കോടിക്കണക്കിന് രൂപകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വത്ത് സിനിമയിലായാലും TV-യിലായാലും ശരി, സ്കൂളുകൾ, ഹിന്ദി പഠിപ്പിക്കുന്ന സ്കൂളുകളായാലും ധാരാളമായിട്ട് കെട്ടിപ്പൊക്കി. കുടുംബത്തിൻ്റെ നില, സാമ്പത്തിക നില ഭദ്രമാണ്. പക്ഷേ തമിഴ്നാടിൻ്റെ സാമ്പത്തിക നില വലിയ. എങ്ങനെയെങ്കിലും മകനെ കൂടി കൊണ്ടുവരണം. അപ്പോൾ ഒരു നേതാവ് അഖിലേന്ത്യാ പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം കുറേ പേരെ വിളിച്ചു വരുത്തിയിരിക്കുക. തകർന്ന മറ്റൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധിയെ ഈ പാർട്ടികളെല്ലാം ഉപേക്ഷിച്ചു. കാരണം CPI, മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ്, YSR കോൺഗ്രസ്, TDP, ആം ആദ്മി പാർട്ടി, ഒവൈസിയുടെ പാർട്ടി, TMC, ബിജു ജനതാദൾ, TRS, അകാലിദൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണികളിലെ എല്ലാ പാർട്ടികളും സ്റ്റാലിന് പുറകെ പോവുകയാണ്. അഖിലേഷ് യാദവ് ഇല്ലല്ലോ, എന്താ വരാത്ത? അഖിലേഷ് യാദവിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിം വോട്ടാണ്. അതാണ് അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഒരു അക്ഷരവും പറയാതെ അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്, മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയം വരുമ്പോൾ കൂടുതൽ സാധ്യതയുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ബെൽറ്റുകളിലാണ്. അവിടെയാണ് ഈ യാതൊരു അന്തവും കുന്തവും ഇല്ലാതെ, നിയന്ത്രണവും ഇല്ലാതെ സന്തോന ഉൽപാദന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയും ജനസംഖ്യ കൂടിയും. കേരളത്തിൽ നമുക്കറിയാമല്ലോ, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ എണ്ണം കൂടി വരുന്നത്. പത്തനംതിട്ടയാണ് അതിൻ്റെ നഷ്ടം അനുഭവിക്കുന്നത്. എന്നാൽ പിന്നെ പത്തനംതിട്ടയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് മലപ്പുറത്ത് അത്രയും തന്നെ കൊടുക്കുമോ? മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊടുക്കുമോ? എന്താ അതൊരു പരിഗണന വരാത്തെ? കേരള കോൺഗ്രസിന് പോലും അങ്ങനെയൊന്നും ചോദിക്കാൻ ഇതുവരെ എന്താ ബുദ്ധിയില്ലാതെ പോയത്? കാരണം എന്താണ്? മലപ്പുറത്തെ വോട്ടും മലപ്പുറത്തെ MLA-മാരും തൽക്കാലം അവർക്ക് നേട്ടമാണ്. കേരളത്തിലും ഇങ്ങനെ ചിന്തിക്കാവുന്നതാണല്ലോ. മലപ്പുറത്തിന് കൂടുതൽ സീറ്റ് കിട്ടുന്നു, പത്തനംതിട്ടയ്ക്ക് കുറയുന്നു. അപ്പോൾ അവർ ജനസംഖ്യാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. ശരിയാണ്, 0% അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത്. അതിന് റെക്കോർഡ് കിട്ടി. അതിൻ്റെ നഷ്ടം പത്തനംതിട്ട ജില്ല അനുഭവിക്കുകയല്ലേ? എന്താ കോൺഗ്രസിനും ഒരു സ്റ്റേക്ക് ഉള്ളതാണ്, കോൺഗ്രസ്സുകാർ കൂടുതലുള്ള ഒരു ജില്ലയാണത്. എന്തേ പറയാത്ത? CPM-ന് ഒരിടവും ഇല്ലാത്ത സ്ഥലമാണത്. കോൺഗ്രസ്സിന് ആവശ്യപ്പെടാൻ കൂടുതൽ സീറ്റ് ഇവിടെ വേണമെന്ന് എന്താ ആവശ്യപ്പെടാത്തത്? അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ വെച്ചിട്ട് മലപ്പുറത്തിന് കൂട്ടിക്കൊടുക്കരുതെന്ന് എന്താ പറയാത്തത്? അവിടെ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ഇതാണ് ന്യായമെങ്കിൽ കേരളത്തിൻ്റെ ചില ജില്ലകളിലും ഇത് ന്യായമല്ലേ? അവിടെ കൂടുതൽ
പിന്നെ ഫുട് പ്രിൻ്റ് ഉള്ളത് കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെയാണ്. എന്താ അവിടെ CPM-ന് ഫുട് പ്രിൻ്റ് ഇല്ലായിരുന്നു? എന്താ അവിടെ കൂട്ടി കൊടുക്കണമെന്ന് പറയാത്തത്? അല്ല, ദേശീയ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനാടിസ്ഥാനത്തിലും അങ്ങനെ ഒരു ന്യായം വേണ്ടേ? ആയിക്കോട്ടെ, ഇത് വേണ്ട, ഡെലിമിറ്റേഷൻ വേണ്ട. എന്നാൽ കേരളത്തിലും ഡെലിമിറ്റേഷന് മുമ്പുള്ള സമയത്തേക്ക് പോകണം. മലപ്പുറത്തെ MLA-മാരുടെ എണ്ണം കുറയ്ക്കണം. അല്ല, പിണറായി അത് പറയണം. പിണറായിയിലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്താ അതിന് നിലപാടെടുക്കാത്തത്? അദ്ദേഹം വീണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഡെലിമിറ്റേഷൻ തങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന പ്രദേശങ്ങളെ ഒക്കെ കൂടെ ചേർത്തിട്ട് കൂടുതൽ തദ്ദേശ ഭരണ മണ്ഡലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തേ അവിടെ അന്യായം വരാത്തത്? എന്നിട്ട് ചാടി പുറപ്പെട്ടിരിക്കുക തമിഴ്നാട്ടിലേക്ക്. അഖിലേന്ത്യാ പ്രാതിനിധ്യം ഇല്ലാത്ത പാർട്ടി ചാടി പുറപ്പെട്ടിരിക്കുക. വടക്കേ ഇന്ത്യയിൽ കൂടുന്നതിനെക്കുറിച്ച് പറയാം. നിങ്ങളുടെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ ചുണയുണ്ടോ? രാഹുൽ ഗാന്ധി വന്നില്ലെന്ന് താങ്കൾ സൂചി എന്താ വരാത്തത്? രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി ജയിക്കണമെങ്കിലേ ഈ സമ്മേളനത്തിൽ വന്നിട്ട് ഡെലിമിറ്റേഷൻ അവിടെ സീറ്റ് കൂടുന്ന കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിക്ക് വന്ന അതേ അനുഭവം പറ്റും. JDU ഉണ്ടല്ലോ, താങ്കൾ പറഞ്ഞു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പങ്കെടുക്കാനും ഇല്ല, വരാതിരിക്കാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഇത്ര വലിയ ആവേശമൊന്നുമില്ല. പിന്നെ ഒരു സമശീർഷനായ മുഖ്യമന്ത്രി വിളിച്ചു, അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടെന്ന് വെച്ച് വരുന്നതായിരിക്കും. ഇവിടെ കരുത്തൻ പോകുന്നുണ്ട് പിണറായി വിജയൻ. JDU-വിൻ്റെ ആളെന്താ വരാത്തെ? സാർ അത് മറന്നുപോയത്. കരുത്തനായ പിണറായി വിജയൻ പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു. ഈ എന്താ പിന്നെ JDU വരാത്തത്? നികേഷ് കുമാർ എന്താ വരാത്തത്? ചുണയുണ്ടോ നിങ്ങൾക്കൊന്ന് വരുത്താൻ? കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി JDU ഇവരുടെ വോട്ട് ബേസിൽ ജയിക്കുന്നതാണ്. VP സിംഗിൻ്റെ കാലത്ത് കരുത്തരായ നേതാക്കളാണ് ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ മുലായം സിംഗ് യാദവും. അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പ്രസക്തി ഉണ്ടാവത്തില്ല. അവർ VP സിംഗിനെ അങ്ങ് മറന്നു. ഇപ്പോൾ നേതാക്കന്മാരായി. അഴിമതിയിലായി ലാലു പ്രസാദിൻ്റെ ഇപ്പോഴത്തെ ശിക്ഷണവും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും രാഷ്ട്രീയത്തിലല്ല, അങ്ങനെയായി മാറി. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യിച്ചു മിസ, അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള മിസയും ലാലു പ്രസാദ് യാദവ് തന്നെയും വീണ്ടും ചോദ്യം ചെയ്യലിനിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടക്കുകയാണ്. തീരാത്ത അഴിമതി നടത്തിയ മനുഷ്യനാണ്, സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുക. മുലായം സിംഗ് യാദവും വലിയ മോശമൊന്നുമല്ല. അപ്പോൾ അവരൊക്കെ ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ രാജേന്ദ്ര സച്ചാർ കമ്മീഷൻ ഉണ്ടല്ലോ, അവർക്ക് അവരിലെ പിന്നാക്കക്കാർക്ക് വേണ്ടിയിട്ട് സംവരണം ഏർപ്പെടുത്തിയത് OBC പോലെ തുല്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ആനുകൂല്യവും പേറി നടക്കുന്ന ആൾക്കാരാണ് ഈ ലാലു പ്രസാദ്, മുലായം സിംഗ്. അവരൊരിക്കലും ഇങ്ങോട്ട് വരില്ല. മുസ്ലിം വോട്ട് കൊണ്ട് ജയിക്കുന്നു. ഇന്ത്യയുടെ ഉത്തരേന്ത്യയിൽ ജനസംഖ്യ കൂടിയെന്നാണ് പറഞ്ഞത്. ഉത്തരേന്ത്യയിൽ ആരുടെ ജനസംഖ്യ കൂടിയ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ. സെൻസസ് വരട്ടെ. മുസ്ലിങ്ങളുടെ എന്താണ് അവിടെ? ജനന നിയന്ത്രണമില്ല. 18-ാം വയസ്സിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കും. അപ്പോൾ തൊട്ട് പെൺകുട്ടികൾക്ക് ഈ ഒരു പരിപാടിയേ ഉള്ളൂ. അല്ല, സ്റ്റാലിനും കേരളത്തിൽ നിന്നുള്ളവരെല്ലാം പറയുന്ന ഇത്തരം ഈ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള നിയന്ത്രണം കേരളവും തമിഴ്നാടും ആന്ധ്രയും കർണാടകയും എല്ലാം ഈ സൗത്ത് ഇന്ത്യ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയപ്പോഴും ഉത്തരേന്ത്യക്കാർ നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് അവർക്ക് സംഖ്യ വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു മതത്തെ മാത്രം അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല. നടപ്പാക്കാൻ പറ്റുകയില്ല. കാരണം അവിടെയാണ് ഈ പറയുന്നത് ഏക സിവിൽ കോഡൊന്നുമല്ല, മതപ്രമാണങ്ങൾ അനുസരിച്ചാണ് സന്താനോൽപാദനം നടത്തുന്നത്. ഇതിന് നിയന്ത്രണം പാടില്ല എന്ന് അനുശാസിക്കുന്ന മതങ്ങളുണ്ട്. മറ്റൊരു കാര്യം, ഉത്തരേന്ത്യയിൽ നാം മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ഹിന്ദുക്കളുണ്ട്. 18 വയസ്സിലെ വിവാഹം കഴിക്കണമെന്നാണ് അനുശാസനം ചില മതങ്ങളുടെ. അന്ന് തൊട്ട് ഇത് സന്താനോൽപാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഡെമോഗ്രാഫിക് ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാണിത് അത് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, അവിടെ ഹിന്ദുക്കളും ഉണ്ടല്ലോ. ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? കണക്ക് നോക്കൂ, സെൻസസിൽ കണക്ക് നോക്കൂ. നിങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമില്ല. അവരങ്ങനെ ചെയ്യാറില്ല. കാരണം അതിന് ചിലവ് കൊടുക്കാൻ പൈസ ഇല്ല. ഒന്നാമത്തെ കാര്യം, ചിലവിന് കൊടുക്കാൻ പൈസ ഇല്ല. പിന്നെ പലരും വിദ്യാഭ്യാസം ആർജിച്ചിട്ടുണ്ട്. പിന്നെ പട്ടികജാതി വിഭാഗങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടും സ്ഥാനത്തിൻ്റെ കുറവുകൊണ്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ സംഖ്യ, അവർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവർക്ക് കിട്ടുന്ന സംവരണമൊക്കെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല നിലയിലേക്ക് പോവുകയാണ്. പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗം പട്ടിക വർഗ വിഭാഗക്കാരാണ്. നോക്കൂ, ഓരോ സെൻസസിലും ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജനസംഖ്യ. കാരണം പ്രതികൂല സാഹചര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവനോ സ്വത്തിനോ ആരും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. ന്യൂനപക്ഷ പ്രീണനം നടക്കുമ്പോഴും ഈ പട്ടിക വിഭാഗക്കാരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവാത്തത് കൊണ്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണത്. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും സെൻസസ് നോക്കൂ, എവിടെ നോക്കിയാലും അവരുടെ പ്രസൻസ് കാണിക്കുകയും പോപ്പുലേഷൻ വർദ്ധിക്കുകയും
ഡെമോഗ്രാഫിക് പ്രഷർ വർദ്ധിക്കുകയും ചെയ്യുന്ന ജനവിഭാഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ്. ആ പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുന്നവരാരും തന്നെ ഇങ്ങോട്ട് വരില്ല. കാശ്മീർ മുഖ്യമന്ത്രി വന്നിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നടക്കുന്നത്, ചെന്നൈയിൽ നടക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിനെതിരായിട്ട്, അവരുടെ മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ട് നടക്കുന്ന ഒരു സമ്മേളനമാണ് എന്നുള്ളതാണ്. അത് അതിനെതിരെ പ്രതികരിക്കേണ്ടത് മോദിയല്ല, ന്യൂനപക്ഷങ്ങളാണ്. വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ എങ്ങനായാലും ശരി, നിങ്ങൾ ഈ മണ്ഡല പുനർനിർണയം നടത്തിയില്ലെങ്കിലും ജയിക്കാൻ പോകുന്നത് BJP തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കൊടുങ്കാറ്റുകൾ കൊണ്ടൊന്നും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നല്ല BJPയുടെ ഈ ജൈത്രയാത്ര. ഇതുകൊണ്ട് അങ്ങ് തടഞ്ഞു നിർത്താമെന്ന് വിചാരിക്കുന്നത് ഒരു ക്യുക്സോട്ടിക്കായിട്ടുള്ള വിചാരം മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.